ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത പറ. ഉറക്കെ. സാധാരണമായി ഓരോ വ്യക്തിയും കർത്താവ് ദൈവരാജ്യത്തിലും ഇവിടെ ജീവിതത്തിലും ഉറപ്പിക്കുന്ന മാസമാണ്. പണ്ട് ഞങ്ങളൊരു കുറ്റി അടിച്ചുറപ്പിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളൊരു ഇങ്ങനെ കുത്തിയ ശേഷം ഒന്ന് ആട്ടും, ചില ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഇളകാൻ വേണ്ടി. ആടുമ്പോൾ വിചാരിക്കാൻ ഞാൻ ഉറച്ചിട്ട് ഇല്ല, താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആട്ടമുണ്ടെങ്കിൽ ഓർക്കണം, ഉറക്കാൻ പോവുകയാണ്. കൂടുതൽ ആഴത്തിലേക്ക് ജൂൺ മാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് ചേർന്ന് പറയാം. ഈ മാസം കർത്താവ് എന്നെ ശക്തിയിൽ ഉറപ്പിക്കുന്നു. എന്റെ വേരുകൾ ദൈവവചനത്തിലേക്ക് ആഴത്തിൽ പോകുന്നു. എന്റെ വിശ്വാസം ജീവിതത്തിന്റെ ഓരോ സീസണിലും ഉറച്ചു നിൽക്കുന്നു. സാഹചര്യങ്ങളാൽ ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിയവനും അടിസ്ഥാനപ്പെട്ടവനുമാണ്. ഞാൻ ആത്മീയ പക്വതയിലും ജ്ഞാനത്തിലും വളരുന്നു. ഞാൻ കർത്താവിൽ പതറാത്തവനും കുലുങ്ങാത്തവനുമാണ്. ഈ മാസത്തേക്കുള്ള നമ്മുടെ തീം വേഴ്സ് നോക്കുക. സങ്കീർത്തനങ്ങൾ 92, 12, 13. നീതിമാൻ ലെബാനോനിലെ യഹോവയുടെ ആലയത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വിശ്വസിച്ച് കൈകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ റൂട്ടഡ് ഇൻ ദ വേർഡ്, വചനത്തിൽ വേരൂന്നുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടതെങ്കിൽ ഇന്ന് എംപവേർഡ് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവർ, പരിശുദ്ധാത്മശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവർ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവർ ആയി മാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ സ്ക്രീനിലുണ്ട്. എല്ലാവരും നോക്കുക. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും ഇങ്ങനെ അടിച്ചിട്ട് പറയുക, അകത്തൊരു മനുഷ്യനുണ്ട്, പുറത്തുണ്ട്, അതുകൂടാതെ ഒന്നുണ്ട്, അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അതാണ് പറഞ്ഞത്. ഈ മാസം ദിസ് ഇസ് ദ മന്ത് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സകലരെയും കർത്താവ് ഉറപ്പിക്കാൻ പോവുകയാണ്. ചാഞ്ചാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാഞ്ചാട്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരുമനസ്സുള്ളവർ കടലിലെ തിരമാലകൾക്ക് സദൃശ്യം. അവർക്കൊന്നിലും സ്ഥിരതയില്ല. ഇരുമനസ്. പ്രാർത്ഥനയ്ക്ക് വരണോ പോകണോ, യേശുവിൽ വിശ്വസിക്കണോ വേണ്ടേ, ദൈവത്തിന് കൊടുക്കണോ വേണ്ടേ, അകത്തിങ്ങനെ ഇരുമനസ്സോടുകൂടി ഇരുന്നാൽ സകല മേഖലകളിലും അസ്ഥിരതയുണ്ടാകും. എന്നാൽ ഉറച്ചു നിന്നാൽ, നമുക്ക് ബിന്ദു എന്ന് പറയുന്ന ഈ സിസ്റ്ററിൻ്റെ സാക്ഷ്യം നമ്മളിപ്പോൾ കേട്ടു. 10 വർഷമായി കർത്താവിൽ നിൽക്കുന്നു. ഗുണമുണ്ടായോ അതോ എന്തെങ്കിലും മോശമായി പോയോ? ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാ പറയാം. എല്ലാം പരിശ്രമിച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടെങ്കിൽ ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. യേശുവിനെ ഒന്ന് സ്നേഹിച്ച് നോക്ക്. വചനങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ചില സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കാണുകയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വേരുകൾ സാവധാനത്തിലേ വളരുകയുള്ളൂ. പറഞ്ഞേ, സമയമെടുക്കും. വേരുകൾ പതുക്കെ പതുക്കെ മില്ലിമീറ്ററായിട്ട് ഇറങ്ങി വരാൻ. പക്ഷെ വർഷങ്ങൾ കൊണ്ട് വേരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ കാറ്റടിച്ചാലും ആടുമെങ്കിലും വീഴുകയില്ല, ഉറച്ചു നിൽക്കും. ആമേൻ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം കാണുന്ന ഭാഗം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രെയർ പോയിൻ്റുകളാണ് ഈ കാണുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ടവരായി ഉറച്ചു നിൽക്കേണ്ടതിന്,
ഒരാൾ പോലും പിന്മാറ്റത്തിൽ പോകാതെ, അവിശ്വാസിയായിരിക്കാതെ, ഒരാൾ പോലും കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകാതെ, ഞായറാഴ്ച ദിവസം എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് നടഞ്ഞാലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാണും. മഴക്കാലമായാലും വേനൽക്കാലമായാലും മഞ്ഞുകാലമായാലും എനിക്ക് മാറ്റമില്ല, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാവും. അങ്ങനെ ഉറച്ച് തീരുമാനിച്ച് നിൽക്കുന്നവരെയാണ് ദൈവം കുറച്ച് കഴിയുമ്പോൾ സാക്ഷ്യങ്ങളുടെ മാലപ്പടക്കവുമായി ഇവിടെ വരാൻ വിശ്വസിച്ച് കൈകളടിച്ച ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താം. മറ്റു മനുഷ്യരിൽ മാത്രമല്ല നമ്മിലും ആശ്രയിക്കരുത്. സ്വയശക്തിയിൽ ആശ്രയിക്കരുത്. നമ്മിൽ ആശ്രയിച്ചാൽ എന്ത് പറ്റും? നമ്മിൽ ആശ്രയിക്കുന്നവരെ, അതായത് അവരവരുടെ ശക്തിയിൽ ആശ്രയിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് തളർന്നു പോവും. കുറേയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോവും. കുറേ കഴിയുമ്പോൾ ഭയങ്കരമായ നിരാശയുണ്ടാവും. എന്തെല്ലാം ചെയ്തിട്ടും ജീവിതം മുന്നിലേക്ക് പോകാതെ നിരാശ വരും, ഭയമുണ്ടാവും. അതുമാത്രമല്ല വൈകാരികമായ അസ്ഥിരതയുണ്ടാവും, സ്ഥിരമായിരിക്കില്ല. കൂടാതെ കുറേ കഴിയുമ്പോൾ ബേൺ ഔട്ടായി പോവും, അവർ കരിഞ്ഞു പോവും, എല്ലാം തകർന്ന് തരിപ്പണമായി പോവും. എങ്ങനെ? സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 എഴുതി വെക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ഭവനത്തിലെത്തുമ്പോൾ വായിക്കണം. അവിടെ പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ അധികം മൈലേജ് ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ അവിടെ വീഴും. എന്നാൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കും. എംപവർമെൻറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് ആത്മീയമായ ശക്തീകരണം ഉണ്ടാകും. വൈകാരിക മേഖലകൾ, ചിന്തകളിൽ ഒരു ശക്തി ഉണ്ടാകും. പെട്ടെന്ന് തളർന്നു പോകാതെ, ശക്തി ചോർന്നു പോകാതെ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം അകത്ത് നടക്കണം. മാനസികമായി തളർന്നു പോകുന്ന ഒത്തിരി പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഗുട്ടൻസ് പറഞ്ഞു തരാം, പരിശുദ്ധാത്മാവ് അകത്ത് പ്രവർത്തിക്കാൻ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതി, അവൻ ശക്തീകരിക്കും. റിലേഷൻഷിപ്സ് നിർത്താൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പെട്ടെന്ന് തല്ലുപിടിക്കുന്ന ആരൊക്കെ ഉണ്ട്? കൈ ഉയർത്തി. വേണ്ട, കൈ ഉയർത്തണ്ട, കാണാൻ വയ്യ. അതായത് പെട്ടെന്ന് വഴക്കടിക്കുന്ന ക്യാരക്ടേഴ്സ് ഇതിനകത്തിരിപ്പുണ്ട്. എവിടെ അങ്ങോട്ട് വരാം, പിടിച്ച് ഇവിടെ കൊണ്ടുവരാം. പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന് വഴക്കടിക്കുന്ന സ്വഭാവം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെയുള്ളവർക്ക് കൂട്ടുകാർ കുറവായിരിക്കും. കൂട്ടുകാരുണ്ടെങ്കിലും ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അടിച്ചു പിരിയും. വ്യത്യാസം വരാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? കൈ വെക്കുന്നില്ല. ഞാൻ അങ്ങനെയാണെന്ന് ആളുകൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ വ്യത്യാസം വന്നേ പറ്റൂ. പെട്ടെന്ന് അടിച്ചു പിരിയാതെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നല്ല ബന്ധങ്ങൾ, കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം വേണം. ക്ഷമിക്കാനുള്ള കഴിവ്, പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ്, എങ്കിലല്ലേ ഇത് നിലനിന്ന് പോവുകയുള്ളൂ. ബന്ധങ്ങൾ, ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ എല്ലാ പരിപാടികളും ബന്ധങ്ങളിലൂടെയാണ് നടക്കുന്നത്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. 2 കൈകളും ഉയർത്തി പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവ് എൻ്റെ ആന്തരിക മനുഷ്യനെ പണിയണമേ. പറഞ്ഞേ, കർത്താവിൻ്റെ ആന്തരിക മനുഷ്യനെ പണിയണമേ. ബ്രസ്ബദ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ അകത്തെ മനുഷ്യനെ, വൈകാരിക മേഖലകൾ, മാനസിക മേഖലകൾ, ബന്ധങ്ങൾ, ഇതിനൊക്കെ ഒന്ന് പണിയണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടട്ടെ, ബന്ധങ്ങൾ ദൃഢമായി മാറട്ടെ. ഈ കൊച്ചു പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ അവസ്ഥകളങ്ങ് മാറും. ഞാൻ ആത്മാവിൽ ജനങ്ങളെ നോക്കി
ബ്ലെസ്സിങ് ടുഡേ സഭകളെ നോക്കി, വ്യക്തിത്വങ്ങളെ നോക്കി, ശുശ്രൂഷകരെ നോക്കി പ്രവചിക്കുന്നു. ജൂൺ മാസത്തിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ആന്തരിക മനുഷ്യനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പണിയാൻ പോവുക. സ്ട്രെങ്ത് കംസ് ത്രൂ സ്പിരിച്വൽ ഹാബിറ്റ്സ്. ആത്മീയമായ ചില ശീലങ്ങളിലൂടെയാണ് അകത്ത് പണി നടക്കുന്നത്. ചില ആളുകൾ 35 വർഷം സഭയ്ക്കകത്ത് വന്നു പോയിക്കൊണ്ടിരുന്നാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. മാറ്റമുണ്ടാകണമെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. ഇവിടേക്ക് എല്ലാവരുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവിനകത്ത് കുരുങ്ങിപ്പോകാതെ പ്രവർത്തിക്കാനൊരു അവസരം കൊടുത്താൽ കർത്താവ് നമ്മുടെ ആന്തരിക മനുഷ്യനെ പണിയും, മനസ്സിനെ പണിയും, വൈകാരിക മേഖലകളെ പണിയും. നമ്മളെ ഉറപ്പിച്ച് സ്ഥാപിച്ച് കുലുങ്ങാത്തവരും ഇളകാത്തവരുമായി തൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ സൂക്ഷിച്ചു വയ്ക്കും. എങ്ങനെയാണ് സ്പിരിച്വൽ ഹാബിറ്റ്സ് പണിയേണ്ടത്? എനിബഡി ഇൻട്രസ്റ്റഡ്? ഹലോ. ആത്മീയമായ ശീലങ്ങളെ എങ്ങനെ പണിതെടുക്കാം? എല്ലാവരും എന്ന് പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ നാളെയോ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ത് സംഭവിക്കും? ഇന്ന് വന്ന് പ്രാർത്ഥിച്ചു ആരാധിച്ചു പോയി. തിങ്കളാഴ്ച എന്ത് തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഒരു ഒറ്റ ഓട്ടം, എല്ലാം കുത്തി നിറച്ച പിള്ളേർക്ക് പാക്കി, പിള്ളേരെ വിടണം, നമ്മളെ വിടണം, എല്ലാം കൂടി ചെയ്തു കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിന് ശ്വാസം മുട്ടി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചിലതൊക്കെ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ദൈവജനം പഠിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് വളരെ തിരക്കുള്ള സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് കയറി 3 മണിക്കൂർ തുറക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അത് ആവശ്യമാണ്. പറ്റുന്നത്ര നിൻ്റെ മുറിക്കകത്ത് കയറി വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. ഇത് സ്കെഡ്യൂൾഡ് പ്രെയറാണ്. സമയമുണ്ടാക്കി അകത്ത് കയറി പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല പ്രാർത്ഥന. കർത്താവ് പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എൻ്റെ അർത്ഥം മടുപ്പ് വരും, എന്നാലും പ്രാർത്ഥിക്കണം. അടുത്തത് പ്രേ അൺസീസിംഗ്ലി. എൻ്റെ മലയാളം എന്താ? ഇടവിടാതെ പ്രാർത്ഥിക്കണം, നിർത്താതെ പ്രാർത്ഥിക്കണം. ജോലിയും തിരക്കും യാത്രയുള്ള സമയത്ത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് സംസാരിക്കുക. ഇതിനിടയിൽ, ജോലിക്കിടയിൽ, യാത്രക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവേ നീ എന്നോടൊപ്പം ഇരിക്കണം, നീ എന്നെ സഹായിക്കണം. ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും, നീ എന്നെ സഹായിച്ചേ പറ്റൂ. കൊച്ചു കൊച്ചു വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്റ്റേ കണക്റ്റഡ്. ഒരു ജോലിയിൽ നിങ്ങൾ പുതുതായിട്ട് ചെന്നു, ആദ്യത്തെ ചെന്ന് ഇത് ഇട്ടേച്ച് പോകണം, ഇതെനിക്ക് പറ്റില്ല, കാരണം പരിചയമില്ല. വേറൊരു പുതിയ സ്ഥാപനം, അവിടെയാണ് കർത്താവിൻ്റെ സഹായം ആവശ്യമുള്ളത്. പ്രാർത്ഥിക്കണം. പടി കയറുമ്പോൾ പ്രാർത്ഥിക്കണം, ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതുവരെ അറിയാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ കൂടെ നീ ഇരിക്കണേ അപ്പാ. ആ കൊച്ചു കൊച്ച് ആശ്രയത്വത്തിൻ്റെ പ്രാർത്ഥനകളാണ് കർത്താവുമായി കണക്ട് ചെയ്ത് ഇൻ്റർട്വൈൻഡാക്കി. ആ സമയത്ത് ഇവിടെ 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 ഈ ഇതൊക്കെ കിടപ്പുണ്ട്, എക്സ്റ്റൻഷൻ കോഡ് കിടക്കും, അതിൽ കൊണ്ടുകഴിഞ്ഞാൽ കൈയിട്ടാൽ എന്ത് സംഭവിക്കും? ഒരടി അടിക്കും. കാരണം ശക്തി അതിൽ നിന്ന് പുറപ്പെട്ട് എന്നിലേക്ക് പ്രവേശിക്കും. ഇതുപോലെ കർത്താവുമായി കണക്ട് ചെയ്താൽ പവർ സോഴ്സിൽ നിന്നുള്ള ശക്തി എൻ്റെ മേൽ വന്ന്, പരിചയമില്ലാത്ത ഓഫീസർ, പരിചയമില്ലാത്ത സ്റ്റാഫ്, പരിചയമില്ലാത്തൊരു ജോലി, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, ശക്തി നമ്മിലേക്ക് ഒഴുകിയിട്ട് 1000 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നത് പോലെ നമ്മളങ്ങ് ചെയ്യും. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. വളരെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അധ്വാനിക്കുന്നവരെ എന്തോന്ന് വിളിയേക്ക്, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവേ. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus.
ആമേൻ. പ്രാർത്ഥന ഒരു ശീലമാകണം. പറ. ഒരു ശീലമാണ്. പ്രാർത്ഥനയെ ഞായറാഴ്ചത്തെ ഒരു സംഭവമാക്കാതെ ദിവസം തോറുമുള്ള ഒരു ശീലമാക്കണം. കൊറിയയിലുണ്ടായിരുന്ന ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോയ യോങ്കിച്ചു എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, പ്രേയർ ഈസ് മൈ സെക്കൻഡ് നേച്ചർ. പ്രാർത്ഥന എൻ്റെ രണ്ടാം പ്രകൃതമാണ്. ഇറ്റ് ഈസ് മൈ സെക്കൻഡ് നേച്ചർ. അത്രയും നമ്മൾ പ്രാർത്ഥന ശീലിക്കണം. 2, ഞായറാഴ്ച മാത്രമല്ല, ദിവസവും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കാൻ പാട്ട് വേണമെന്നില്ല, ചെണ്ടയും മതളമൊന്നും വേണമെന്നില്ല. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവേ, ഐ ലവ് യു ലോർഡ് ഒന്ന് പറഞ്ഞു നോക്കൂ. ദാറ്റ് ഈസ് വർഷിപ്പ്. ഹല്ലേലൂയ. കോഴഞ്ചേരി ബ്ലെസ്സിങ് ടുഡേയുടെ ശുശ്രൂഷനായിരിക്കുന്ന സാമ്പതൻ്റെ ഫാദർ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പോയി. അവിടെ വെച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ആരാധന. തെളിവ് തരാം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ 10 മക്കൾ പോയി, വൈഫ് ഇട്ടിട്ട് പോയി, സമ്പത്ത് മൊത്തം പോയി, അഗ്രികൾച്ചർ പോയി, ബിസിനസ് പോയി, സ്റ്റാഫ് പോയി, എല്ലാം പോയി. അത് സഹിക്കാം. അതുകൂടാതെ തൻ്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കൾ വന്നിട്ട് ആരോഗ്യവും പോയി. നേരെ ചൊവ്വേ ഡ്രസ്സ് ധരിക്കാൻ പോലും പറ്റുന്നില്ല, വ്രണങ്ങളാണ്. മണ്ണിലിരിക്കുന്ന മനുഷ്യൻ. ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, 1-ാം അധ്യായത്തിൻ്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഇയ്യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചു. എൻ്റെ കർത്താവേ, ശമ്പളത്തിലൊരു കട്ട് വന്നാൽ മതിയല്ലോ സ്തോത്രം പോകാൻ. 25 രൂപ ശമ്പളത്തിൽ കട്ട് വന്നു. കർത്താവേ, നീ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഞാൻ ഇത്രയും നാൾ നിന്നെ വിളിച്ചിട്ട് ഇതാണ് എന്നോട് എന്ന് ചോദിക്കുന്ന പ്രകൃതമാണ് നമ്മുടെ. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് ദൈവത്തെ ആരാധിച്ചു. ആ ആരാധന, അങ്ങനെയുള്ള ആരാധന ആർക്കും മോഷ്ടിക്കാൻ സാധ്യമല്ല. കാരണം സാഹചര്യങ്ങളെ നോക്കിയിട്ടോ അനുഗ്രഹങ്ങളെ നോക്കിയിട്ടോ ഉള്ള ആ ആരാധന ദൈവമെന്ന വ്യക്തിയെ ഞാനെന്ന വ്യക്തി ആരാധിക്കുന്നു. അവൻ എൻ്റെ സൃഷ്ടാവാണ്, അവൻ എനിക്ക് ജീവൻ തന്നവനാണ്. നമ്മുടെ മീഡിയ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 2 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. മരിച്ച വീട്ടിൽ നടന്ന പരിപാടി പറയും. എല്ലാവരും ഇതിങ്ങനെ പിടിച്ചേ. പ്രാർത്ഥന ഒരു ശീലമാകണം, ആരാധന ഒരു ശീലമാകണം. ഞായറാഴ്ച ആരാധനയ്ക്ക് അതല്ല, ലൈഫിൽ ആരാധന കൊണ്ടുവരണം. എപ്പോൾ? നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, അനുഗ്രഹം വരുമ്പോൾ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇതൊന്ന് ശീലിച്ചു നോക്ക്. നിന്നെ തകർക്കാൻ പറ്റിയ സിസ്റ്റംസ് ഇല്ല, നിന്നെ തകർക്കാൻ പറ്റിയ ഒരു പിശാചിൻ്റെ കുഞ്ഞ് പിറന്നിട്ടില്ല. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ക്വാളിഫൈഡ്. അങ്ങനെയുള്ളൊരു ക്വാളിഫൈഡായി. നമ്മുടെ പലരുടെയും പാട്ടും സ്തോത്രവും ഒക്കെ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴല്ലേ. ഇയ്യോബിൻ്റെ അവസ്ഥ അതായിരുന്നില്ല, അവൻ്റെ തീരുമാനം അതായിരുന്നില്ല. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ. എപ്പോഴാ? ഏത് സാഹചര്യത്തിലും. സാഹചര്യത്തിന് വേണ്ടിയിട്ടല്ല, ഏത് സാഹചര്യത്തിൽ. ചില സാഹചര്യങ്ങൾ പിശാചാണ് സൃഷ്ടിക്കുന്നത്, പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പലപ്പോഴും പിശാചാണ്. യോബിൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തിയത് ദൈവമല്ല, പിശാചാണ്. അവൻ അവിടെ കയറി നിന്ന് ചില പരിപാടികളൊക്കെ ചെയ്തു. ഈ യോബിനത് മനസ്സിലായാലും ഇല്ലേലും അവൻ ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒന്ന് പിടിച്ച എല്ലാവരും പറ, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതാണ് ജയം.
അടുത്തൊരു ശീലം പറഞ്ഞു തരാം, ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ട ശീലം. ഒന്ന് പറ, കൈയെടുത്തിട്ട് പറ, വിരലെടുത്തിട്ട്. ഒന്ന് പ്രാർത്ഥന, രണ്ട് ആരാധന, മൂന്നാമത്തത് വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്, ദൈവത്തിനായി കാത്തിരിക്കുക. ഈ തലമുറയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, ഒരു പരിപാടിയാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും കാര്യമാണ്. ഇൻസ്റ്റഗ്രാം പെട്ടെന്നാണ് ഇങ്ങനെ തോണ്ടി വിടുന്നത്. ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റൻറ്റ് കോഫി, ഡിപ്പാണ്, ഇൻസ്റ്റൻറ്റ് ടീ, എല്ലാം ഇൻസ്റ്റൻറ്റിൽ കിട്ടുന്ന. സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് ആവറേജ് ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് 8.7 സെക്കൻഡ്സ് ആണ് ഒരു വീഡിയോ കാണാൻ സാധാരണ മനുഷ്യൻ്റെ കപ്പാസിറ്റി. അത് കഴിഞ്ഞാൽ അത് മാറ്റും. 8.7 സെക്കൻഡ്സേ ഉള്ളൂ ആധുനിക മനുഷ്യൻ. 3 മണിക്കൂർ പണ്ട് തിയേറ്ററിൽ പോയിരുന്ന് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 8.7 സെക്കൻഡിൽ ഇതിങ്ങനെ മാറ്റി വിടണം. അത്രയ്ക്ക് സഹനശക്തിയില്ലാത്ത, ക്ഷമാശീലമില്ലാത്ത മനുഷ്യരായി 21-ാം നൂറ്റാണ്ടിലെ ഈ തലമുറ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ മറുപടി ഇൻസ്റ്റായിട്ട് വരണം. ഇൻസ്റ്റാമാർട്ടുണ്ട്, 8 മിനിറ്റ് കൊണ്ട് വീട്ടിൻ്റെ പടിക്കൽ ആൾ വരും. സാധനം കൊണ്ട് ഉരുളക്കിഴങ്ങ് വേണം, 8 മിനിറ്റ് കൊണ്ട് ഗേറ്റിൽ ആൾ വരും. ഇൻസ്റ്റാമാർട്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്നത്തെ മനുഷ്യന് സാധിക്കുമോ? പക്ഷെ ദൈവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ദൈവത്തോട് ഡീൽ ചെയ്യുമ്പോൾ ഇൻസ്റ്റ പരിപാടി നിർത്തി വെക്കണം. അത് ഇവിടുത്തെ പരിപാടിയാണ്. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഇൻസ്റ്റ പരിപാടി ഇല്ല. പിന്നെ പറഞ്ഞോ യഹോവയ്ക്കായി കാത്തിരിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എൻ്റെ നിലവിളി കേട്ടു എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. എത്ര നാളാണെന്ന് പറഞ്ഞത്? ചിലപ്പോൾ കുറച്ച് നാൾ കാത്തിരുന്നിട്ടുണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എവിടെ നിർത്തി? പാറമേൽ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. പലരും അത് കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ വിശ്വസിക്കും. അപ്പൊ ദൈവത്തിന്റെ പരിപാടി എങ്ങനെ നടക്കുന്നത്? ഇൻസ്റ്റ ആയിട്ടല്ല, കാത്തിരിപ്പുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, കമാപ്പ് കയറി വരാൻ പറഞ്ഞു. അവൻ സീനായി മലയുടെ മുകളിൽ കയറി 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ആദ്യത്തെ 7 ദിവസം കർത്താവ് ഒന്നും സംസാരിച്ചില്ല. അവൻ എന്ത് ചെയ്യുമായിരുന്നു? കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ 40-ാം ദിവസം അവൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ശോഭിക്കാൻ തുടങ്ങി. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കാത്തിരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി. നമ്മൾ ഒത്തിരി പേര് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നവരാണ്. ഒന്നും കാണുന്നില്ല. കുറേ നാളായി പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വ്യത്യാസമില്ല. ബിന്ദു സിസ്റ്ററും സാക്ഷ്യം പറഞ്ഞു, പക്ഷേ ഇന്ന് വരെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോകും, അടുത്ത ഞായറാഴ്ച പോലും ഞാനില്ല കർത്താവേ എന്ന് പറയുന്ന പ്രകൃതം മാറ്റിവെക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എപ്പോ വരെ? അവൻ വെളിപ്പെടുന്നത് വരെ. പറഞ്ഞ എല്ലാവരും. 1 പ്രാർത്ഥന, 2 ആരാധന, 3 ദൈവത്തിനായി കാത്തിരിക്കുക, 4 കൂട്ടാൻ ശക്തി വർദ്ധിക്കാനുള്ള കാര്യം പറയുന്നത്. 4-മത്തേത് എന്താണ്? കൂട്ടായ്മ. ഈ കാലത്തെ ആളുകൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. വിറക് കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? തീ കായാനോ അല്ലെങ്കിൽ കഞ്ഞി വെക്കാനോ ഒക്കെ വിറക് കൂട്ടി വെച്ച് കത്തിച്ചിട്ടുള്ള മനുഷ്യർ കുറേ പേരുണ്ട്. അതിൽ ഒരു വിറക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത് അങ്ങ് മാറ്റിയിട്ട് എന്ത് സംഭവിക്കും? കെട്ടുപോകും. എല്ലാം കൂടി ഇട്ടാലോ എല്ലാം കത്തും. ഇതാണ് കൂട്ടായ്മ. ഞായറാഴ്ച ദിവസം വീട്ടിലിരുന്ന് അങ്ങ് കണ്ടാൽ പോരെ ഓൺലൈൻ? നോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു കൂട്ടമായുള്ളൊരു ആളിക്കത്തലുണ്ട്. അതിൽ എനിക്ക് പച്ച വിറകായാലും തീ പിടിക്കുന്നു. ഭയങ്കര എല്ലാം കൂടി കത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ച വിറക് ഇട്ട് നോക്ക്, അതും കത്തും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 26, 24, 25, 26 ഭാഗത്ത് പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്.
ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നോക്കുക, കഴുത്തിൻ്റെ മുകളിൽ തലയിരിപ്പുണ്ടോ? ഇങ്ങോട്ട് വന്നേക്കണം. വേറെ കിടക്കണമെങ്കിൽ വരണ്ട. ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കണം. വേറെ പരിപാടിക്ക് പോകരുത്. ആ സമയത്ത് രാവിലെ കോള് വരും, ഗസ്റ്റ് വരും, പല അസൗകര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. മനസ്സിലാക്കണം, അത് ദൈവത്തിൽ നല്ല. നേരെ ഇങ്ങ് പോന്നേക്കണം. ഞായറാഴ്ച രാവിലെ ഗസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറയണം, ഞങ്ങൾ ആരാധിക്കാൻ വരുന്നുണ്ടോ? ഞങ്ങൾ വരുന്നില്ല. അത് വീടിനകത്തോട്ടിട്ട് പൂട്ടിട്ട് ആ താക്കോലും കൊണ്ട് വന്നില്ല. അത് ഇവിടെ അവിടെ ഇരുന്ന് പിന്നെ വരില്ല. ഞായറാഴ്ച വരെ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. 5 ഒബീഡിയൻസ്. അനുസരിക്കണം. വചനം പറഞ്ഞാൽ അനുസരിക്കണം. വചനം പറയുന്ന ദേവദാസന്മാർ പറയുന്നത് അനുസരിക്കണം. അനുസരിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അകത്തെ ശക്തി വർദ്ധിക്കുക. അവിടെയാണ് ദൈവം പ്രസാദിച്ചിട്ട് ശക്തി വർദ്ധിക്കുന്നത്. ഞാൻ 4-5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി വിരലെടുത്ത് കൈ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. 1-ാമത്തേത് പ്രാർത്ഥന, 2 ആരാധന, 3 ദൈവത്തിനായി കാത്തിരിക്കുന്ന ശീലം, അടുത്തത് കൂട്ടായ്മ, അടുത്തത് അനുസരണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അകത്തെ ശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത്. എനിബഡി ഇൻട്രസ്റ്റഡ്? ഹല്ലേലൂയ. 1800-കളിൽ, കൃത്യമായി പറഞ്ഞാൽ 1879-ൽ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രിക് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചു. വിജയകരമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതിനുശേഷം അമേരിക്കയിലെ സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ട്രിക് ലൈനുകൾ, ഇന്നിപ്പോൾ നമ്മൾ പോസ്റ്റിലെ ലൈൻ വലിക്കില്ല, അതുപോലെ അന്ന് 19-ാം നൂറ്റാണ്ടിൽ ലൈനുകളൊക്കെ വലിച്ചു. മിക്കവാറും സ്റ്റേറ്റുകളിൽ അകത്തോട്ടുള്ള ടൗണുകൾ, റിമോട്ട് ടൗണുകളിലെ ഗ്രാമങ്ങളിലൊക്കെ ഈ പവർ ലൈനുകൾ വലിച്ചു റെഡിയാക്കി വീടുകളിൽ കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കിട്ടിയിട്ടും ആദ്യകാലങ്ങളിൽ ഒത്തിരി അകത്തുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇരുട്ടത്തിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് തെളിയിച്ചിരുന്നു, മെഴുകുതിരിയും വെച്ചുകൊണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് കണക്ഷൻ കൊടുത്ത് എങ്ങനെ ഇത് ആദ്യമായിട്ടല്ലേ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ല. പക്ഷേ അവരുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും കത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ആവശ്യമുള്ള പവർ വന്ന് ലൈനിൽ നിൽപ്പുണ്ട്. പക്ഷേ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ആദ്യത്തെ ചരിത്രമാണ്. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സഭയിൽ അവനുണ്ട്, ലോകത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, തിരിച്ചു പോയിട്ടില്ല. പവർ ഗ്രിഡ് എല്ലായിടത്തും വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്നും ഒത്തിരി പേർ ഇരുളിലാണ്. ഇന്നും ഒത്തിരി പേർ ശക്തിയില്ലാതെ ജീവിക്കുന്നു. ഇന്നും ഒത്തിരി വിശ്വാസികൾ ബലഹീനരാണ്, ശക്തിയില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് ഈ പവർ സപ്ലൈയുമായി എന്നെ ബന്ധിപ്പിക്കുന്നതെന്ന് അവർക്കറിയില്ല. അതാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന മെസ്സേജ് ശരിക്കും തലക്ക് പിടിച്ചാൽ, ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ ഇനിയുള്ള വർഷങ്ങൾ ഏറ്റവും ആത്മശക്തിയുള്ള ഒരു ജീവിതം ജീവിക്കും. പിശാചെന്ന് പറയുമ്പോൾ ഓടുകയല്ല, പിശാചിനെ നീ ഓടിക്കും. അടിക്കണമെങ്കിൽ നന്നായിട്ട് അടിക്കുക. ഹല്ലേലൂയ പറഞ്ഞ്, അന്യഭാഷ പറഞ്ഞ്, പ്രാർത്ഥനയോടെ സ്തുതിയോടെ ദൈവത്തെ സ്തുതിക്കുക. ശക്തി വ്യാപരിക്കട്ടെ. Power of the Holy Spirit. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44 തോന്നുന്നു. പത്രോസ് കൊർന്നല്യൂസിന്റെ ആദ്യമായിട്ട് യഹൂദനല്ലാത്തൊരു വീട്ടിൽ കയറി, ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു, ആദ്യമായിട്ട് വെള്ളം കുടിച്ചു. വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ശക്തി ഇറങ്ങി വന്നു. അതിൻ്റെ അർത്ഥം വചനം പ്രസംഗിക്കുമ്പോൾ ആത്മപകർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട്. പക്ഷെ ഒരാൾ എല്ലാം മൂടി അടച്ച് ക്ലോസ്ഡ് ആയിട്ടിരുന്നാൽ വല്ലതും സംഭവിക്കുമോ? ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പാത്രം കമഴ്ത്തി വെക്കുന്ന പോലെ ഇരിക്കും. ഒരു തുള്ളി അകത്ത് പോവില്ല. ഇന്നിവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ നേരെ റിസീവ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുവാണെങ്കിൽ എല്ലാ പാത്രങ്ങളും നിറഞ്ഞിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. ശക്തിയേറിയ പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവർത്തനം ഈ അന്തരീക്ഷത്തിലുണ്ട്.
ആർക്കെങ്കിലും ആ പവർ ലൈനുമായി ഒന്ന് കണക്ട് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ആ ബ്ലെസ്സിംഗ് ടുഡേ സഭകളോട് ഞാൻ പറയുന്നു, എല്ലാ സഭകളോടും ഞാൻ പറയുന്നു, എല്ലാ ജില്ലകളിലുമുള്ള സഭകളോട് പറയുന്നു, കണക്ട് യുവർ സെൽഫ് റൈറ്റ് നൗ. പരിശുദ്ധാത്മാവുമായി നിന്നെ ഒന്ന് കണക്ട് ചെയ്താൽ ഈ പ്രപഞ്ചത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഫോഴ്സ് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, എല്ലാവരും പറഞ്ഞേ, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യഹൂദ്യയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. ശക്തി ലഭിച്ചിട്ട്. ശക്തി ലഭിക്കാതെ സാക്ഷിയാകാൻ പറ്റില്ല. പലർക്കും ദൈവവചനം മറ്റുള്ളവരോട് പറയണമെന്നുണ്ട്, പക്ഷെ അങ്ങ് വരുന്നില്ല. അതിന് കാരണം അകത്ത് ശക്തി നിറഞ്ഞിട്ടില്ല. അകത്ത് ശക്തി നിറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ആരും ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നെത്താൻ പുറത്തേക്ക് ഇറങ്ങും. കാരണം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്ന് 120 പേരുടെ മേൽ ശക്തി വന്നപ്പോൾ അതുവരെ വാതിലടച്ച് മരണം പേടിച്ച്, യേശുവിനെ ക്രൂശിച്ചതുപോലെ എന്നെയും ക്രൂശിക്കും എന്ന് പേടിച്ച് വാതിലടച്ചിരുന്ന ഈ ശിഷ്യന്മാർ ശക്തി വന്നപ്പോൾ വാതിൽ തുറന്നു, പുറത്തേക്ക് ഇറങ്ങി. അന്നവിടെ 17ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അവരോട് അതിശക്തമായി ധൈര്യത്തോടെ വചനം പറഞ്ഞു, ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഇന്ന് നിന്റെ അകത്ത് ശക്തി വന്നാൽ ആരും പ്രേരിപ്പിക്കാതെ വാതിൽ തുറന്ന് നീ വെളിയിലിറങ്ങും. അടുത്തിരിക്കുന്ന ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറ, പരിശുദ്ധാത്മാവ് വന്നാൽ നിനക്ക് ശക്തി ലഭിക്കും. ഹല്ലേലൂയ. പുതിയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? ഹിന്ദിയിലാണോ, ഉറുദുവിലാണോ, മലയാളത്തിലാണോ, കന്നഡയിലാണോ? പുതിയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ആർക്ക് പറയാം? ഗ്രീക്ക് ഭാഷയിലാണ്. ഈ ശക്തി ലഭിക്കുന്ന സ്ഥലത്ത് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഡുനാമിസ് എന്നാണ്. പറഞ്ഞേ, ഡുനാമിസ് എന്ന വാക്കിൽ നിന്നാണ് ഡൈനമിറ്റ് വന്നത്. ഡൈനമിറ്റ്. കർത്താവ് ശരിക്കും അവിടെ പറഞ്ഞത് എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക്, പറഞ്ഞോട്ടെ, പൊട്ടിത്തെറിക്കുന്ന ശക്തി ലഭിച്ചിട്ട്, ഡൈനമിറ്റ് പോലെ പൊട്ടിത്തെറിക്കുന്ന ശക്തി. ഡൈനമോ കേട്ടിട്ടുണ്ട്? സൈക്കിളിനൊക്കെ പണ്ടുണ്ടായിരുന്നു. ഡൈനമോ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമായിരുന്നു ഒരു കാലത്ത്. ലൈറ്റ് വേണം, ഹെഡ് ലൈറ്റ് ഇല്ലാതെ പോയാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, പിഴ അടപ്പിക്കും. ഒരു കാലം ഉണ്ടായിരുന്നു. ഡൈനമോ വേണമായിരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്റെ അകത്തൊരു ഡൈനമോ ഫിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നീ ഒരു ഡൈനമിറ്റായി മാറുകയാണ്. സാധാരണ ശക്തിയല്ല. ശക്തി ശോഷണം വന്ന വിശ്വാസികൾ ജീവിക്കുന്ന ഒരു തലമുറയിൽ വളരെ ശക്തിയോടെ, ശരിക്കും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനാത്മകമായ ശക്തിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. എത്ര പേർ പറയും, കർത്താവ് ഇന്ന് അങ്ങയുടെ ശക്തിയിൽ നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു? കൈകൾ ഉയർത്തി അന്യഭാഷകൾ സംസാരിക്കാൻ ശക്തമായ എല്ലാ സഭകളിലും അന്ത്യകാലത്തെ ജനത്തിന്റെ ഒരു ലക്ഷണം ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കും. കർത്താവ് ഞാൻ ആ കൂട്ടത്തിൽ ഇല്ലെന്ന് പറ, പ്രാർത്ഥിക്കുക. വളരെ വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകും. നമ്പർ 1, ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പറ, എല്ലാവരും പറഞ്ഞില്ല, ഇപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പറ, പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അവനൊരു വ്യക്തിയാണ്. 2 പ്രാവശ്യം കൂടെ പറ, പരിശുദ്ധാത്മാവ് വെറും ഒരു വ്യക്തിയല്ല, അവനെന്താണ്? വെറും ഒരു ശക്തിയല്ല, അവനൊരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ
16, 17 വചനങ്ങൾ ഒന്ന് വായിച്ച് നോക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ അഥവാ പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ, ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ്, അനദർ അഡ്വക്കേറ്റ്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരാളെയാണ് തരുന്നത്. സഭ ശ്രദ്ധിക്കുക. പിതാവിനോട് ഞാൻ ചോദിക്കും. പുത്രൻ പറയോ? യേശു പിതാവിനോട് ചോദിക്കുമ്പോൾ അവൻ നിങ്ങൾക്കൊരാളെ തരും, ഒരു കാര്യസ്ഥനെ തരും. ഒരു ശക്തിയല്ല, ഒരു പവറല്ല, ഒരു ഫോഴ്സല്ല. തീർച്ചയായിട്ടും ഫോഴ്സാണ്, തീർച്ചയായിട്ടും ശക്തിമാനാണ്. പക്ഷെ ഇതൊരു വ്യക്തിത്വമാണ്. ഒരാളെ തരും. ഏകാന്തത അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്ലെസ്സിംഗ് ടുഡേ സഭയിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറയുന്നു. നിനക്ക് കൂട്ടിനായി ഒരാളെ പിതാവ് തരുന്നു. ഒരാളെ കൂട്ടിനായി തരികയാണ്. ഹല്ലേലൂയ. എന്തിന്? അടുത്ത ഞായറാഴ്ച വരെ കൂടെ ഇരിക്കാൻ. ആമേൻ. തെറ്റാണ്. ആമേൻ അല്ല. അടുത്ത ഞായറാഴ്ച വരെ കൂടെ ഇരിക്കുക, എന്നേക്കും കൂടെ ഇരിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുക. ഒരാഴ്ചത്തേക്കല്ല, എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ മരിച്ചാൽ പോലും ഈ ആത്മാവ് നിന്റെ ആത്മാവിനെ വിട്ടുപോകുകയില്ല. മരണത്തിനപ്പുറത്തേക്കും കയറി നിത്യത മുഴുവൻ ഈ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരിക്കും. അയ്യോ, ഈ തിരിച്ചറിവ് വന്നാൽ നീ ഒരു സിംഹമായി മാറും. ഈ ജ്ഞാനം നിന്റെ അകത്ത് ഗ്രഹിച്ചാൽ ഇന്ന് നിന്റെ ഏകാന്തതയെ ശവപ്പെട്ടിക്കകത്താക്കി ആണിയടിക്കും. ഹല്ലേലൂയ. കേട്ടോ, ഇനി ഒരു മിനിറ്റ് അതിന് ശേഷം കേട്ടോ, എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അതിനെയല്ല, അവനെ. ലോകം അവനെ. ഇംഗ്ലീഷിൽ നോക്കുക. ഹിം, 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 ഹി ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം, പ്രൊനൗൺ. ശ്രദ്ധിക്കുക. ലോകം അതിനെയല്ല, ആ ശക്തിയല്ല, ആ വ്യക്തിയെ, ആ ആളെ പരിശുദ്ധാത്മാവ് വെറുമൊരു ശക്തിയായി തരം താഴ്ത്തരുത്. പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, പിതാവിൽ നിന്ന് ഇറങ്ങി വന്നവൻ. സ്വർഗീയമായ ഒരു വ്യക്തിത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിലെ മൂന്നാമൻ. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന്റെ അകത്തിരിക്കുന്നു. 1 യോഹന്നാൻ 4:4 പറയുന്ന, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതിനുശേഷം ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ, അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടാത്തവർക്ക് ഈ വ്യക്തിയെ കാണാൻ സാധ്യമല്ല, അറിയാൻ സാധ്യമല്ല, അനുഭവിക്കാൻ സാധ്യമല്ല. ലോകത്തിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവൻ 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 അവനൊരു വ്യക്തിയാണ്. The Holy Spirit is a person, not just a power. ഞാൻ ഫുൾ ചാർജ് ആയിട്ടോ. I am fully charged. ദൈവസഭകളെ, പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, അവനൊരു വ്യക്തിയാണ്. ഇന്നൊരു തിരുത്തൽ ആവശ്യം. ഇതിന് കാരണം പറയാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ
ഞായറാഴ്ച ഇവിടെ ആരാധന തുടങ്ങി ഒരു പാട്ട് 2 പാട്ട് ഇങ്ങനെ പാടി മൂത്ത് വരുമല്ലോ. മൂത്ത് വന്ന് ആരാധനയുടെ ക്ലൈമാക്സിൽ ഒരു കുളിര് ആ ഒരു ഫീലിംഗ് ആണ് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ തെറ്റി അല്ല. അകത്ത് വസിക്കുന്ന സകല പ്രപഞ്ചത്തെ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, സമുദ്രങ്ങളെ സൃഷ്ടിച്ച, മലകളെ സൃഷ്ടിച്ച, സകല മനുഷ്യരെ സൃഷ്ടിച്ച ആ ശക്തിയോടുകൂടിയ വ്യക്തിത്വം എൻ്റെ അകത്ത് വന്നിരിക്കുന്നു. ഈ കാഴ്ചപ്പാടോടുകൂടി ക്രിസ്തീയ ജീവിതം മാറും. ഇതകത്ത് കിട്ടിയാൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉള്ളവരൊന്ന് കൈ ഉയർത്താം. എല്ലാ വീടുകളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മിക്സി കണക്ട് ചെയ്താൽ അത് വർക്ക് ചെയ്യും, ഇസ്തിരിപ്പെട്ടി വർക്ക് ചെയ്യും, ഫാൻ വർക്ക് ചെയ്യും, ഫ്രിഡ്ജ് വർക്ക് ചെയ്യും, TV വർക്ക് ചെയ്യും. ഈ ശക്തി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ചോദ്യം, ആ ശക്തി നിങ്ങളുടെ വീട്ടിലുണ്ട്. ആ ശക്തിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം പറയാൻ പറ്റുമോ? ഈ ശക്തിയുള്ള സാധനമല്ല എല്ലാം വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഒരു സങ്കടം വരും, എൻ്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റിയോട് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഇംപേഴ്സണൽ പവർ. എന്നാൽ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നല്ല കൂട്ടുകാരി വരികയാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ വേദനകൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും, ഷെയർ ചെയ്യാമല്ലോ, മനസ്സിലാക്കുക. കാരണം ഫീലിങ്സ് ഉണ്ട് അയാൾക്ക്. ഇതാണ് ഒരു ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മാവിനൊരു ശക്തിയായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റക്കൊരു അനോയിൻറ്റിങ് സെഷൻ വരുമ്പോൾ ഒന്ന് കുടയുന്ന, ഒറ്റക്കൊരു കുളിര് വരുന്ന ഒരു ഫീലിംഗ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ മാറ്റരുത്. പകരം എന്നെ നടത്താൻ, എന്നെ ഉപദേശിക്കാൻ, എന്നെ വഴി നടത്താൻ, സകല സത്യത്തിൽ എന്നെ നടത്താൻ, യേശു പഠിപ്പിച്ചതൊക്കെ ഓർമ്മിപ്പിക്കാൻ പ്രാപ്തിയുള്ള, സൃഷ്ടിക്കുവാൻ കഴിവുള്ള, എന്നെ താങ്ങുവാൻ കഴിവുള്ള, എൻ്റെ സങ്കടങ്ങൾ പറയാൻ കഴിവുള്ള, എൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ ഹീൽ ചെയ്യാൻ കഴിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ശുശ്രൂഷകരെ, ദൈവജനങ്ങളെ, ഇതൊന്ന് തലയിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇന്ന് മുതൽ ജീവിതം മാറും. എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ബലഹീനമായി പോകുന്നു? പ്രാർത്ഥിക്കാൻ ശക്തിയില്ല, ആരാധിക്കാൻ ശക്തിയില്ല, സുവിശേഷ വേല ചെയ്യാൻ ശക്തിയില്ല, ചെറിയ കാര്യങ്ങൾ പോലും തകർന്ന് താളടിയായി പോകുന്നു. ഇതിനെല്ലാം കാരണം അകത്ത് ദൈവത്തിൻ്റെ ശക്തിയായി മാത്രം കാണാതെ അവനൊരു വ്യക്തിയായി കണ്ട് ദിവസവും അവനോട് സംസാരിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സുഹൃത്ത് വന്നു, സോഫയിൽ വന്നിരിക്കുക, രാവിലെ 10 മണിക്ക് വന്നു, 4 മണിയായിട്ട് ഇന്ന് വരെ 4 മണി വരെ ഒരക്ഷരം ആ സുഹൃത്തിനോട് പറയുന്നില്ലെങ്കിൽ എന്തായിരിക്കും ആ സുഹൃത്തിൻ്റെ, അല്ല നിങ്ങൾക്കങ്ങനെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ എന്തായിരിക്കും? ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു, 10 മണി മുതൽ 4 മണി വരെ അവിടെ റൂമിലിരുന്നിട്ടും നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ന് വരെ ഞാൻ ഇലക്ട്രിസിറ്റിയോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാറുണ്ട്, മനുഷ്യരോട് സംസാരിക്കാറുണ്ട്. പലർക്കും ജീവിതത്തിൽ കൃപ ഒഴുകാത്തതിന് കാരണം അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് തുടങ്ങണം. ഇതിനൊരു വലിയ മാറ്റം ഇവിടെ കൊണ്ടുവന്ന ഒരാളാണ് ബെനിഹിൻ എന്ന് പറയുന്ന ദേവദാസ്.
കാത്രിൻ കുൾമാൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം പോയി. ഒരു വലിയ എൻകൗണ്ടർ ഉണ്ടായി പരിശുദ്ധാത്മാവായി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി വായിൽ നിന്ന് വന്ന വാക്കുകൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നായിരുന്നു. ഇലക്ട്രിസിറ്റിയോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമോ? കാറ്റിനോട് ഗുഡ് മോർണിംഗ് പറയുമോ? തീ ഒരു ശക്തിയാണ്, എനർജിയാണ്. തീയിനോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമോ? ഒരു വ്യക്തിയോടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ക്രൈസ്തവ സഭകൾ പരിശുദ്ധാത്മാവിനെ കാണുന്ന രീതി അതോടെ മാറി. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ വായിക്കുക. ഫിലിപ്പോസിനോട് ആത്മാവ് സംസാരിച്ചു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോവുക. പൗലോസിനോട് പറഞ്ഞു ആസിയിൽ വചനം പറയരുത്. ബിഥുന്യയിലേക്ക് പോകാൻ ശ്രമിച്ചു, അങ്ങോട്ട് പോകരുത്. മക്കദോനിയിലേക്ക് പോകാൻ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നു. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മോട് സംസാരിക്കുന്ന, നാം അങ്ങോട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇപ്പോൾ കൈയടിക്കുന്ന സമയത്ത് തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് അകത്ത് പറയുക, ഇന്നീ പറയുന്ന വചനങ്ങളൊന്ന് ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ. ഒരു കൊച്ചു വാചകം ഒന്ന് സംസാരിച്ചു നോക്ക്. കർത്താവേ, ഈ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ തരണേ. സംസാരിച്ചു നോക്ക്. കർത്താവേ, എനിക്ക് അങ്ങയുടെ ആ ശക്തി ഒന്ന് തരണേ. ഞാൻ തളർന്നു പോകാതെ എന്നെ ഒന്ന് താങ്ങണേ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. കർത്താവ്, ഈ ഒരു ദിവസം ഞാൻ മടങ്ങി വരുന്നത് പോലെ ഓരോ നിമിഷവും സംസാരിക്കണം. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. തിരിച്ചും സംസാരിക്കും. ഇത് ശീലിച്ചാൽ തിരിച്ചും സംസാരിക്കും. അടുത്ത നിമിഷം എന്ത് ചെയ്യണം? ഒരു വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. അകത്ത് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് പറ. വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അകത്ത് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇത് ശീലിക്കുന്ന വിശ്വാസികൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 20-27 രണ്ട് വചനങ്ങളും ചേർത്ത് വായിച്ചാൽ അവിടെ പറയുന്നു, നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ഇരിപ്പുണ്ട്. ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും, ഓരോന്നിങ്ങനെ ഉപദേശിച്ചു തരും. ഇപ്പം നിങ്ങൾ പോകുന്ന യാത്രയിൽ ഒരാൾ സംസാരിക്കാൻ കൂട്ടുണ്ടെങ്കിൽ ഏകാന്തത അനുഭവിക്കുമോ? അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ വരും, പിതാവ് വരും, പിന്നെ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും, അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. ഏത് വഴിയിൽ സകല സത്യത്തിൽ അവൻ നിങ്ങളെ നടത്തും. ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. മറവിയുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ ആവശ്യ സമയത്ത് ആവശ്യമുള്ളത് ഓർപ്പിക്കും. ഇത്രയും മറവിയുള്ളവരിവിടെ ഇരിപ്പുണ്ടോ? പാട്. നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, ഓ നല്ല സഖി
കൈകളെല്ലാം ഉയർത്തി. Come on. Yes, Lord. കാവൽ വേണം, കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം. ഓ പരിശുദ്ധാത്മാവേ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവേ കാവൽ വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ വേണം, പരിശുദ്ധാത്മാവേ വേണം, പരിശുദ്ധാത്മാവേ നീ വേണം. രണ്ടാമത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ദ സ്പിരിറ്റ് ക്യാൻ ഡു മച്ച് ഇൻ യുവർ എവ്രിഡേ ലൈഫ്. ഞായറാഴ്ച മാത്രമല്ല, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞായറാഴ്ച ഓക്കെ, രാവിലെ വന്നു, ചാർജായി, തിരിച്ചുപോയി. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എന്ത് സംഭവിക്കും? വ്യാഴാഴ്ച രാവിലെ എന്ത് സംഭവിക്കും? ജീവിതത്തിൻ്റെ വലിയ പ്രയാസമേറിയ ഘട്ടങ്ങളിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്ത്, അടുക്കളയിൽ, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, സാമ്പത്തിക ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ, വിവാഹ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് എവിടെ പോവും? ഞായറാഴ്ച മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു ശക്തിയോ ഫീലിങ്സോ ഗൂസ് ബംസോ അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്നേക്കും ഏത് സാഹചര്യത്തിലും, ശുശ്രൂഷയിൽ മാത്രമല്ല, ഈ സ്ക്രീനിലെ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കാമോ? വഴിയാത്രയിലും ഒരു വലിയ ഹൃദയ ആന്തരിക മുറിവ് സംഭവിക്കുമ്പോഴും, പ്രാർത്ഥനയിലും, വചനധ്യാനത്തിലും, ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മോട് മിണ്ടുന്ന, നമുക്ക് മിണ്ടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. എഫെസ്യ ലേഖനം 3:16 പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ ശക്തിയെ പകരും. യോഹന്നാൻ 14:26 The Spirit teaches and reminds you. പരിശുദ്ധാത്മാവിന് നമ്മെ അകത്ത് ഉപദേശിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഒരു ഉപദേശകനാണ്. കൗൺസിലിംഗ് തരാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ചിലരോട് ദേഷ്യം വന്നു, ഉടനെ പരിശുദ്ധാത്മാവ് അകത്തിരുന്നുകൊണ്ട് പറയും, ക്ഷമിക്കുമോനെ, ക്ഷമിക്കുമോളെ, നിന്റെ എത്ര പാപങ്ങൾ പിതാവ് ക്ഷമിച്ചു തന്നു. Forgive that person. അകത്ത് സംസാരിക്കും. കാതോർത്താൽ അകത്ത് ആ ശബ്ദം കേൾക്കാം. ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, അകത്ത്, ചിന്തകൾക്കകത്ത് ശക്തമായ ചില ചിന്തകളായി അവൻ സംസാരിക്കും. ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും വലിയ വണ്ടികൾ ഓടിക്കുന്നവരും ഒക്കെ ലൊക്കേഷൻ മാപ്പ് ഇട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്സ് അല്ലെങ്കിൽ GPS ഉപയോഗിച്ചാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ലൊക്കേഷൻ മാപ്പ് നിങ്ങളോട് ചൂടായിട്ടുണ്ടോ?
നിങ്ങൾ പല പ്രാവശ്യം വഴി തെറ്റിച്ചു. നിങ്ങൾ വലത്തേക്ക് തിരിയുന്നതിന് പകരം നിങ്ങൾ നേരെ പോയി. ഉടൻ തന്നെ ലൊക്കേഷൻ മാപ്പ് നിങ്ങളോട് ചൂടാകുമോ, ഒച്ച ഉണ്ടാക്കുമോ? ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത് ടേക്ക് എ യു ടേൺ, ടേക്ക് എ യു ടേൺ, ടേക്ക് എ യു ടേൺ. എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കേട്ടിട്ടുണ്ടോ? ഇതുപോലെ പരിശുദ്ധാത്മാവ് അകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആഫ്റ്റർ 1 mile ടേക്ക് എ യു ടേൺ. സൗണ്ടൊന്നും മാറ്റില്ല, ദേഷ്യപ്പെടില്ല. അതും തെറ്റിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ 2.5 miles ടേക്ക് എ യു ടേൺ. അതും തെറ്റിച്ചു കഴിഞ്ഞാൽ റീറൂട്ടിങ്, റീകാൽക്കുലേറ്റിംഗ്. വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുക, ദേഷ്യപ്പെടുന്നേയില്ല ഈ സാധനം. പരിശുദ്ധാത്മാവ് ഇതുപോലെ. പക്ഷേ കുറേ നേരം പറഞ്ഞിട്ടും നമ്മൾ വളക്കുന്നില്ല, നമ്മുടെ വഴിക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദം അങ്ങ് നിലയ്ക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാനും കാതോർക്കാനും മനസ്സുണ്ടോ? അകത്ത് ഒരു നേരിയ ശബ്ദമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ഇടിവെട്ടല്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് വളരെ പരിശുദ്ധാത്മാവിനെ ആദ്യം ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്പർ 1, ഹീസ് എ ജെന്റിൽമാൻ. വളരെ മാന്യമായിട്ടല്ലാതെ പരിശുദ്ധാത്മാവ് ഇടപെടുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹൃദയം ഒരുക്കമുള്ളതാണെങ്കിൽ അവനെ അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഒരിക്കൽ വന്ന പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നില്ല. പഴയ നിയമത്തിൽ പോലെ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലിനോടുകൂടി എന്നേക്കും അകത്തിരിപ്പുണ്ട്, വിട്ടുപോകില്ല. പക്ഷെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും, ശബ്ദം നിലയ്ക്കും. കുറേ നാളായിട്ടും പ്രാർത്ഥിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, ഈ ശബ്ദം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, കേൾക്കുന്നുണ്ടോ? പതുക്കെ പതുക്കെ അവൻ്റെ ശബ്ദം, അവൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും. അപ്പോഴും പരിശുദ്ധാത്മാവകത്ത് തന്നെ ഉണ്ട്, വിട്ടുപോയിട്ടില്ല. എന്ന് നമ്മൾ മടങ്ങി വരുമോ അപ്പോൾ വീണ്ടും അവൻ സംസാരിക്കാൻ തുടങ്ങും. വഴി ഇതാകുന്ന ഇതിലേ നടക്കും. കാരണം ഭൂമിയിൽ നരകത്തിയിലേക്ക് വേഗം പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയെ വചനം കേൾപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് കൈപിടിച്ച് ഇനി സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കേണ്ട ഉത്തരവാദിത്വം പിതാവ് പറഞ്ഞു വിട്ട പരിശുദ്ധാത്മാവിൻ്റെതാണ്. അവൻ വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കും. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വിട്ടുപോയി. അല്ല 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 അല്ല, സംഭവിച്ചത് നാം അവനോട് സഹകരിക്കാത്തത് കൊണ്ട് അവൻ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒന്ന് അനുദപിച്ച് മടങ്ങി വന്നാൽ വീണ്ടും അവൻ്റെ ശബ്ദം, വീണ്ടും അവൻ്റെ ഇൻസ്പിറേഷൻസ് വരാൻ തുടങ്ങും. ചോദ്യം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള എത്തിയുള്ളൂ, ജീവിതത്തിൻ്റെ ഷേപ്പ് അറിയാം. ഈ ദൈവം പറഞ്ഞു വിട്ട ഈ വ്യക്തിത്വത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ശക്തി നിന്റെ ശക്തിയായി മാറും. ക്രിസ്തീയ ജീവിതം തന്നെ വേറൊരു ലെവലിലേക്ക് പോകും, പ്രാർത്ഥന വേറൊരു ലെവലിലേക്ക് പോകും. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കൈകൾ ഉയർത്തി ഒന്ന് ഇപ്പോൾ സംസാരിക്കുക. പരിശുദ്ധാത്മാവിനോട് ഇപ്പോൾ കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി പരിപാടി ചെയ്ത് പൊട്ടി, ഇനി അങ്ങനെ ജീവിക്കാൻ പ്ലാൻ ഇല്ല, എന്നെ ഒന്ന് സഹായിക്കണേ. കഞ്ഞി കുടിക്കുമ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, കുളിക്കുമ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, അകത്ത് സംസാരിക്കാമല്ലോ. ഒത്തിരി പ്രാവശ്യം ഞാൻ വഴി തെറ്റി കർത്താവേ, നിൻ്റെ ശബ്ദം കേൾക്കാതെ, യു ടേൺ എടുക്കാതെ ഒത്തിരി ഞാൻ പോയി, എന്നെ ഒന്ന് സഹായിക്കണേ. ഒന്ന് പ്രാർത്ഥിച്ച് ശബ്ദമുയർത്തി. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ കൂടെ നടക്കണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയോട് കൂട്ടുകൂടുവാൻ, അങ്ങയോട് കൂട്ടായ്മയായിരിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ.
ഞങ്ങളുടെ രാവിലെ മുതൽ കർത്താവ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ഒന്നുകൂടി പാടി എന്നോട് മിണ്ടും എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും എന്നോട് മിണ്ടും എൻ എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും എന്നോട് മിണ്ടും എൻ കൂടെ ഇരിക്കും നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ പാടാമോ നല്ല തുണയേ പരിശുദ്ധാത്മാവേ എനിക്ക് വേണമപ്പാ കാവൽ വേണമപ്പാ ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടവരാണെന്ന് ഞാൻ പറയും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ദൈവം ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരാളെ ഹൃദയത്തിൽ താഴ്മ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴി അയാളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എത്ര നേരം പ്രാർത്ഥിച്ചു ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് സംസാരിച്ചിട്ടാണ് വന്നത്. ഇത്രേ ഉള്ളൂ. റോമാലേഖനം 8:26-27 പറയുന്നത് വീണ്ടും പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ചിലർ പറയും 1.5 മണിക്കൂർ ഞാൻ എന്താ പ്രാർത്ഥിച്ചത്? അതിലെത്ര പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു? കുറേ വലിച്ചുവാരി എഴുതി വെച്ച സാധനങ്ങളൊക്കെ കൂടി അടിച്ചു വിടുന്ന പരിപാടിയല്ല പ്രാർത്ഥന. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ് പറഞ്ഞേ, ആത്മാവ് പരിശുദ്ധാത്മാവില്ലാതെ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും മേൽക്കൂരയുടെ മുകളിലേക്ക് ഉയരുന്നില്ല, അടിച്ച് താഴെ കിടക്കും. എത്തണമെങ്കിൽ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാലും അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട് സംസാരിക്കും. വാക്കുകളില്ല അവിടെ. നിങ്ങൾ വലിയ പ്രയാസത്തിലൂടെ പോവുകയാണ്. എങ്ങനെ അടുത്ത നിമിഷം മുന്നോട്ട് പോകുമെന്ന് അറിയുന്നില്ലെന്നിരിക്കട്ടെ. ആ സമയത്ത് പ്രാർത്ഥനയും വരുന്നില്ല, ഒന്നും വരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അകത്ത് ഇങ്ങനെ വന്നിട്ട് അത് പ്രാർത്ഥനയാണ്. ഉച്ചരിച്ചു കൂടാതെ ഒരു ഞരക്കം പുറത്തേക്ക് വന്നാൽ അതിനെ തർജ്ജമ ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കും. പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാണ്. നമ്മളൊക്കെ ചില സമയത്ത് കർത്താവിന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള ഫ്ലവറി ലാംഗ്വേജൊക്കെ ഉപയോഗിച്ച് ഭയങ്കരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു തന്മാത്ര പോലും സ്വർഗത്തിലെത്തില്ല. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഒരു ഞരക്കം റിലീസ് ചെയ്താൽ അത് പരിശുദ്ധാത്മാവിനോട് ചേർന്നാണെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കും. അതിൻ്റെ മറുപടി ഉണ്ടാവും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 പറയുന്നു, ഈ ആത്മാവാണ് നമ്മിൽ ആത്മാവിൻ്റെ ഫലം കൊണ്ടുവരുന്നത്. സ്നേഹിക്കാൻ എനിക്കറിയില്ല. മനുഷ്യൻ്റെ സ്നേഹം എത്ര പേരുണ്ട് നമുക്ക് തന്നെ അറിയാം.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും എവിടെ വരെ ഉണ്ടെന്ന്. കല്യാണത്തിന് മുമ്പൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, അതിന് ശേഷം പറ്റുന്നില്ല ബ്രദറെ. കാരണം തനിനിറ എപ്പോഴാണ് വെളിപ്പെടുന്നത്. പക്ഷേ ആത്മാവ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം നമ്മിൽ ഉളവാക്കുന്നു. ഒരു പേരക്ക ഉണ്ടാകുന്ന മരം വെച്ചു, പേര വെച്ചു. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട, വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി, തന്നെ ഒരു ദിവസം പൂമുട്ടിട്ട് അതിൽ പേരക്ക ഉണ്ടായിക്കോളും. ഇതുപോലെ കർത്താവിനോട് ചേർന്ന് വസിച്ചാൽ, യോഹന്നാൻ 15, കൊമ്പിന് മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. പേരക്ക ഉണ്ടാക്കാൻ അതിനെ ചൂലുകൊണ്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല, മരം വടിവിട്ട് അടിച്ചിട്ട് കാര്യമില്ല, അതിനെ പിരിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ട സപ്ലൈ ചെയ്താൽ ആ ഓരോ കൊമ്പും ചേർന്ന് നിന്നാൽ അതിലുണ്ടായിക്കോളും. കർത്താവിൽ വസിച്ചാൽ, അവൻ്റെ വചനം നമ്മിൽ വസിച്ചാൽ തന്നെത്താൻ സ്നേഹം ഉളവായി വരും. സമാധാനവും സന്തോഷവും വിളയായി പുറത്തേക്ക് വന്നോളും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ശ്രമങ്ങളൊന്നും വേണ്ട. ശ്രമിച്ചുണ്ടാക്കുന്നതെല്ലാം 3 മിനിറ്റ് നിൽക്കൂ, അത് കഴിയുമ്പോൾ തീരും. നമ്പർ 3, യു നീഡ് ഇൻഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഡെയിലി. ഞായറാഴ്ച മാത്രമല്ല, അനുദിനം എന്ത് വേണം? പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. എനിബഡി ഇൻട്രസ്റ്റഡ്? ഞായറാഴ്ച മാത്രമല്ല, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, എല്ലാ ദിവസവും ആത്മനിറവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതം മാറും, ജീവിതം കളർഫുള്ളാകും. നമ്മളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളുടെ ജീവിതവും മാറും ആത്മനിറവിൽ ജീവിച്ചാൽ. എഫെസ്യ ലേഖനം 5:18 പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം ആത്മാവിൽ നിറയുക. പറഞ്ഞേ, ആത്മാവിൽ നിറയുക. ഹല്ലേലൂയ. ഇതെന്തിനാ ഇന്ന് ഞായറാഴ്ച നിറഞ്ഞതല്ലേ, ഇനി നാളെ എന്തിനാ നിറയുന്നേ? കാരണം ഞാൻ പറഞ്ഞു തരാം, ലീക്കുണ്ട്, യൂസപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു നല്ല 5 ലിറ്ററിൻ്റെ ബക്കറ്റുണ്ട്, പക്ഷെ അടിയിലൊരു ചെറിയ ഹോള്. എന്ത് സംഭവിക്കും? 5 ലിറ്റർ മുഴുവൻ നിറച്ചു, പക്ഷേ അടിയിലൂടെ പതുക്കെ ആ പൊട്ടലിലൂടെ ചില ബാത്റൂമുകളിലൊക്കെ ചെന്നാൽ കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി. കാരണം പൊട്ടിയ ബക്കറ്റാണ്. വീട്ടിൽ എത്ര നിറച്ചാലും അടിയിലൂടെ പൊക്കൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, മുഷിച്ചിലുകൾ വരുമ്പോൾ, മറ്റു പലരുമായി ഇടപെട്ട് ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു, ചിലപ്പോൾ ഒരു പാപം ചെയ്തു, ഇതൊക്കെ വരുമ്പോൾ പതുക്കെ എന്ത് സംഭവിക്കും? ഈ ആത്മനിറവ് ചോർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. പരിശുദ്ധാത്മാവകത്ത് തന്നെയുണ്ട്, പക്ഷെ നമുക്കനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീണ്ടും നിറയുക. ഞായറാഴ്ച മാത്രം നിറഞ്ഞാൽ പോരാ, വീട്ടിലിരുന്ന് നിറയാം. ഇങ്ങനൊരു കൂട്ടായ്മ ഇല്ലാതെയും സ്വയമായി ദൈവസ്ഥാനിൽ ഇരുന്ന് നിറയാൻ ശീലിക്കണം. ഇതാവശ്യമാണ്. അപ്പോൾ തന്നെ ദിവസം തോറും നിറയേണ്ടതും ആവശ്യമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട പട്ടിക പെട്ടെന്ന് പറയും. 1, ആസ്ക്. എല്ലാ ദിവസവും കർത്താവിനോട് ചോദിക്കുക. എല്ലാവരും പറഞ്ഞു ചോദിക്കുക. ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നോക്കിക്കൊള്ളണം. 1, ചോദിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്കല്ല, ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കണക്കില്ലാതെ പരിശുദ്ധാത്മാവിനെ തരാൻ ദൈവം തയ്യാറാണ്. പക്ഷെ ചോദിക്കണം, ദിവസവും ചോദിക്കണം. കർത്താവേ, എനിക്ക് ആത്മനിറവ് വേണം. ജോലി ചെയ്യാൻ വേണ്ടി വീടിന് വെളിയിലേക്ക് പോകുന്നവർ, ദിവസവും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നവരെന്ന് കൈ ഉയർത്താമോ? പോകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവേ, ആത്മനിറവോടെ ജീവിച്ച് തിരിച്ചു വരാൻ എന്നെ സഹായിക്കണേ. അങ്ങനെ പോകുന്ന വഴിക്ക് പലരുമായി സംസാരിച്ച് ഇടപെട്ട് കഴിയുമ്പോൾ മുഷിച്ചിലുകൾ ഉണ്ടാകാം. പെട്ടെന്ന് ദൈവസാന്നിധ്യം കുറയുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷെ അവിടെയൊക്കെ നിറവ് വേണമെങ്കിൽ ചോദിക്കുക. 2, സറണ്ടർ. നമ്മൾ സമർപ്പിക്കുക, നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുക, സമർപ്പിക്കുക. ഗലാത്യ ലേഖനം 5:25 അതിന് നല്ല ഒരു വചനമാണ് അവിടെ കാണുന്നത്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക, വിധേയപ്പെടുക. 3,
പ്രെയർ ആൻഡ് വർഷിപ്പ്, പ്രാർത്ഥനയും ആരാധനയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലനിർത്തണം. ഞായറാഴ്ച മാത്രമായിട്ട് ഒതുക്കാതെ. അപ്പോസ്തലപ്രവൃത്തികൾ 1:14 അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ വായിക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആത്മനിറവുണ്ടായത്. അപ്പോസ്തലപ്രവൃത്തികൾ 16:25 അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിൻ്റെ അകത്തെ മുറിയിൽ കൊണ്ടുപോയിട്ട് ബന്ധവസ്ഥാക്കി വെച്ചിരുന്നപ്പോഴും അവരെന്ത് ചെയ്തു? അവിടെ കിടന്നുകൊണ്ട് അവർ പാടി സ്തുതിച്ചു. വലിയൊരു ആത്മശക്തി റിലീസ് ചെയ്തു. ജയിലും പൊളിഞ്ഞു, എല്ലാവരുടെയും കൈകളും സ്വതന്ത്രമായി. ഹല്ലേലൂയ. 4-ാമത്തേതാണ് അനുസരിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 5:32 പറയുന്നത് തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അനുസരണം കെട്ടവർക്കല്ല പരിശുദ്ധാത്മാവ്. ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. അവസാനത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദ സ്പിരിറ്റ് ഗിവ്സ് യു മൊമെന്റം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ആക്കം നൽകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആക്കം. ജീവിതം എവിടെയെങ്കിലും സ്റ്റക്കായി സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മുന്നോട്ട് പോകുന്നില്ല, ഒന്നും എന്തൊക്കെയോ ചെയ്യുന്നു, ഇങ്ങനെ ജീവിക്കുന്നു, പക്ഷെ ജീവിതത്തിൽ മുന്നിലേക്ക് ശക്തമായി പോകുന്നില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുഡ് ന്യൂസ്. നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടൊരു പുഷ് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. തെളിവ് അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ അടുത്തത് ഇപ്പോൾ നിങ്ങൾ യെരുശലേമിലാണ്, പക്ഷേ ഇവിടെ മൊത്തം ശമരിയയിലും അടുത്ത പിന്നെ യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാണ്. അവിടെ ഒരു മൊമെൻറ്റം കണ്ടോ? മുന്നിലേക്കുള്ളൊരു ഒരു ഒരു പോക്ക് കണ്ടോ? ഇത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. വലത്തെ കൈ ഉയർത്തിപ്പിടിക്കുക, കണ്ണ് രണ്ടും തുറന്ന് തന്നെ നോക്കുക. എല്ലാ സഭകളിലും ലോകമെമ്പാടുമുള്ളവർ നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും ട്രാപ്ഡായി കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇപ്പോൾ താവളമടിച്ച് ടെൻ്റടിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിന്നും മുന്നിലേക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഏത് മേഖലയിലും ഒരു പുഷ് തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ സന്നിഹിതനാണ്. പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യണമേ എന്ന് പറയാൻ. എന്തൊരു ഭയങ്കര ഒരു സംഭവം നടക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിൽ എനിക്ക് ഫീൽ ചെയ്യാം. പലരെയും കർത്താവ് മുന്നിലേക്ക് പുഷ് ചെയ്യുകയാണ്. അതിൽ ചിലരെ ലോകത്തിന്റെ അറ്റം വരെ കൊണ്ടുപോകും, അക്ഷരീയമായി കൊണ്ടുപോകും. ശക്തിയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ഈ പരിശുദ്ധാത്മാവ് ശക്തമായി ഒന്ന് പ്രവർത്തിക്കാനും ഒഴുകാനും ലൈഫിലേക്ക് ഒരു അവസരം കൊടുക്കാമെങ്കിൽ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് കർത്താവ് ജീവിതത്തിലെ ഓട്ടം മുന്നിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഈ പരിശുദ്ധാത്മ ഒരു ഫ്യൂവല് നിറയ്ക്കുന്നത് പോലെ, വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കുന്നത് പോലെയാണ്. അത് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വണ്ടി ഓടിക്കോളും. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന സകല ജീവിതങ്ങളും, കെട്ടിവെച്ചിരിക്കുന്ന സകല ജീവിതങ്ങളും, ബന്ധനത്തിലായിരിക്കുന്ന സകല ജീവിതങ്ങളും, ഒരടി മുന്നിലോട്ട് ജീവിതം പോകാതെ സ്റ്റക്കായിരിക്കുന്ന സകലരും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ മുന്നിലേക്ക് പോകുവാനുള്ള ശക്തിയും ഇന്ധനവും ഇന്നത്തെ ആരാധനയിൽ കർത്താവ് നൽകിയാണ്. കൈകളടിച്ച് സ്വീകരിക്കുക.